എടാ രാഷേ, ഹരീഷ് കിടന്ന് വിളിക്കുന്നു. ഹലോ, എവിടെ എത്തിയണ്ണാ? എടാ അവിടെ നിക്കടാ, വാ എത്തി. വിശന്ന് നിക്കാൻ വയ്യാന്ന്. എടാ അവിടെ ഇരിക്കടാ, താ വരുന്നടാ. എവിടെ എത്തിയെന്നോ? സ്ഥലം എവിടെ? തലയൊന്ന് പുറത്തോട്ട് നോക്കി, എവിടെ സ്ഥലം, എവിടെ എത്തിയെന്ന്. എടാ കുറിഞ്ഞി എത്തിയടാ, കുറിഞ്ഞി. ആണോ? ആ, അവിടെ നിന്ന് ഒരു 2-3 മിനിറ്റ് മതി. ഏതാ വണ്ടി, ഇന്നോവയോ? എത്ര നേരമായടേ അളിയാ? തിന്നാൻ വിളിച്ചതിന്റെ സമയത്ത് വന്നൂടെ? സോറി അളിയാ, ഷൂട്ട് ബിസി ആയിരുന്നു. നീ അവിടെ ഒതുക്ക്. ഇവിടെ എന്തൊക്കെ കിട്ടാ സ്പെഷ്യൽ? ഇവിടെ കള്ള് ഷോപ്പാണ്, പക്ഷെ ഊണ് കിട്ടും. പിന്നെ പോർക്ക്, പിന്നെ ബീഫ് വരട്ടിയത്, പിന്നെ മീനിന്റെ കുറെ ഐറ്റങ്ങൾ. നീ പേഴ്സ് എടുത്തായിരുന്നോ? ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ. ഞാനും എടുത്തില്ലായിരുന്നു കേട്ടോ. ആണോ? ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. അരമണിക്കൂറാ പോസ്റ്റ് ചെയ്ത് അവിടെ. ആ പോസ്റ്റിന്റെ ഒന്നും ആര് പൈസ? അതെ. സംഗതി നൈസ് ആംബിയൻസ് കേട്ടോ. അകത്തേ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ടെൻറ്റ് ഇല്ലേ, ഓരോ ടെൻറ്റ്, എല്ലാ ടെൻറ്റിലും ഒരു 8 പേർക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാം. നല്ലൊരു ആംബിയൻസ് അല്ലേ. കനോപ്പി സെറ്റ് ചെയ്തിട്ട് ഇതവിടെ 1, 2, 3, 4 ചെയർ, 4 ടേബിൾ. 4 ടേബിൾ ഇപ്പം ഒരു ബാച്ച് വന്നാൽ 10-20 പേർക്ക് സുഖമായിട്ടിരുന്ന് പാട്ടും പാടി അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിക്കാം. അപ്പം ഞാൻ എന്തായാലും തുടങ്ങട്ടെ. അണ്ണാ വാ, ഇരി. ഇത്രയും സാധനമൊക്കെ വാങ്ങിച്ചാൽ ആര് കഴിക്കാന്? വേട്ട ആരംഭിക്കലാമാ. നീ ഒരു സൈഡിൽ നമ്മൾ അപ്പം, കപ്പ, പൊറോട്ട, ചോറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചോറ് വേണ്ട വെച്ചു. ഞണ്ട് പറഞ്ഞ വൈകി പറഞ്ഞു. ഞണ്ട്, പിന്നെ താറാവ്, അത് അറാവട, മപ്പാസ്, കൂന്തല്, നാടൻ കോഴിക്കറി, ബീഫ് ചില്ലി. തുടങ്ങിയോ? ലെമൺ എടുത്തിട്ട് ബീഫ് ചില്ലി മേലെ ഇങ്ങനെ. ഇപ്പോൾ എക്സാ ലൊക്കേഷൻ പറയുമ്പോൾ ഇത് കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ നമ്മൾ പാലയെന്ന് തൊടുപുഴയ്ക്ക് പോകുന്ന റോഡിൽ കുറിഞ്ഞി, അവിടെയാണ് ഈ മാന്തോപ്പ്. അതെ, മാന്തോപ്പ് ഷാപ്പ്. വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചിട്ട് കഴിച്ചിട്ട് പോവാം. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ സ്റ്റാർട്ടാവും. പിന്നെ രാത്രി 10 മണി കേട്ടാ, രാത്രി 8 മണിയാണ്. അപ്പം 8 to 8 ആണ്. അപ്പം സംഗതി എങ്ങനെയുണ്ട് ഭക്ഷണം? അടിപൊളി. സംഗതി നല്ല ചൂടൊക്കെ കൊണ്ടു തരുമ്പം തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സ് പറഞ്ഞു. നല്ല മണവും നല്ല കാറ്റും ആ ഒരു ആംബിയൻസിനാണ് ഒരു പൈസ. നല്ലൊരു കാമാൻ കോയിട്ട് സ്ഥലം. പിന്നെ ബാച്ചായിട്ട് വരുവാണെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് പ്രൈവസിയാണ് ആവശ്യമെങ്കിൽ ഓരോരോ ക്യാബിനാണ്. അത് അങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ ഓപ്പൺ സ്പേസാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കണം, ഇങ്ങനെ കഴിക്കാം, എന്ത് വേണാവാം. പൂർണ്ണ വളർച്ചയെത്തി തന്നെയുണ്ട്. നല്ല നാടൻ കോഴിക്കറി. അതെ. കോഴിക്കറി ഞണ്ട് സൂപ്പർ. ബില്ല് കൊടുത്തിട്ട് പോകണം കേട്ടോ. ഗൂഗിൾ പേ ഉണ്ട്. നെറ്റില്ല, കുഴപ്പമില്ല, വൈഫൈ വരാം. പീസ് ചിക്കൻ നമ്മൾ കഴിച്ച് നമ്മൾ വില വിട്ടേക്കും. അടുത്തൊരു വീഡിയോ വീണ്ടും പാക്കലാം. അപ്പം വിട്ടേക്കട്ടെ, ഒരു പറഞ്ഞേക്ക്. ഓക്കെ, ബൈ.